ഹായ് ഓൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കും മൈൽസ് ആൻഡ് മൺസൂണിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് മനോഹരമായിട്ടുള്ളൊരു യാത്ര പോവാണ് മൂന്നാറിലോട്ട്. മനോഹരമായിട്ടുള്ള കുറേ കാഴ്ചകളൊക്കെ കണ്ട് ഒരുപാട് ആളുകളെയൊക്കെ പരിചയപ്പെട്ട് ഒരു അടിപൊളി യാത്ര നമുക്ക് നടത്തിയാലോ. അപ്പോൾ എൻ്റെ ഈ ഒരു യാത്ര ഞാൻ ആരംഭിച്ചത് എറണാകുളത്ത് നിന്നാണ്. എറണാകുളത്ത് നിന്ന് എങ്ങനെയാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. എറണാകുളം വന്നാൽ നിങ്ങൾക്ക് താമസിക്കാൻ ഞാൻ നല്ലൊരു ഓപ്ഷൻ പറഞ്ഞു തരട്ടെ. അതാണ് നിങ്ങൾ ഈ കാണുന്ന കോസി കോവ് ഡോർമെട്രി. നല്ലൊരു AC ഡോർമെട്രി ആണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഞാൻ ഗോയബീബോ വഴിയാണ് കേട്ടോ ബുക്ക് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്ലാറ്റ്ഫോം വഴി അത് ബുക്ക് ചെയ്യാമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നിങ്ങളിനി എറണാകുളം വരുവാണെങ്കിൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല സൗകര്യത്തോടു കൂടി നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള ബാത്റൂമോട് കൂടി നിങ്ങൾക്ക് കോസി കോവിൽ താമസിക്കാം. രാവിലെ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഭക്ഷണമാണല്ലോ. അങ്ങനെ KSRTC സ്റ്റാൻഡ് നേരെ മുന്നിൽ ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ നമ്മുടെ KSRTC സ്റ്റാൻഡിലോട്ട് കയറി. നമ്മുടെ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡ് വരുന്നത്. അകത്തോട്ട് കയറി ഉടനെ തന്നെ ഞാൻ ശ്രദ്ധിച്ചത് മറ്റൊരു കാര്യമാണ്. വരിയായി കിടക്കുന്ന നമ്മുടെ ആനവണ്ടികൾ. എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ. അങ്ങനെ ഒടുവിൽ നമ്മുടെ സ്റ്റാൻഡിൻ്റെ ഒരു മൂലയിലായിട്ട് ഒളിച്ചു കിടന്ന മൂന്നാർ ബസ് നമ്മൾ കണ്ടെത്തി. ആ ബസ് കണ്ടപ്പോൾ തന്നെ മനസ്സിൽ ഒരുപാട് സന്തോഷമായിരുന്നു. നേരെ അകത്തോട്ട് കയറി ഒരു സൈഡ് സീറ്റ് കരസ്ഥാക്കി അവിടെ അങ്ങിരുന്നു. എത്ര പെട്ടെന്നാണ് എൻ്റെ കാത്തിരിപ്പ് അവസാനിക്കാൻ പോകുന്നതെന്നാണ് ഞാൻ ആദ്യം ആലോചിച്ചത് കേട്ടോ. ഒരുപാട് സന്തോഷത്തോടു കൂടെയും പറയാൻ ശരിക്കും വാക്കുകളില്ല. അങ്ങനെ അതൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ പെട്ടെന്ന് ഒരാളെ കണ്ടത്. ആൾ അത്ഭുതത്തോടു കൂടിയാണോ സന്തോഷത്തോടു കൂടിയാണോ എന്നെ നോക്കിക്കൊണ്ടിരുന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ അങ്ങോട്ട് ബസ് പെട്ടെന്നൊന്ന് എടുത്തിരുന്നെങ്കിൽ എന്നുള്ള കാത്തിരിപ്പിലായിരുന്നു. അധിക നേരമൊന്നും കാത്തിരിക്കേണ്ടി വന്നില്ല. കൃത്യം 10 മണിയായപ്പോൾ തന്നെ നമ്മുടെ ബസ് എറണാകുളം സ്റ്റാൻഡിൽ നിർത്തും. സ്വപ്നങ്ങൾക്ക് ചിറക് മുളയ്ക്കുന്നത് വരെ പ്രയാസമുള്ളൂ. മുളച്ചു കഴിഞ്ഞാൽ പിന്നെ പറക്കാൻ എളുപ്പമാണ്. അതുപോലെ ഒരു മൂഡിലായിരുന്നു ഞാനപ്പോൾ. ആഗ്രഹങ്ങളിലേക്ക് സ്വപ്നങ്ങളിലേക്കുള്ള യാത്ര എത്ര പെട്ടെന്നാണ് യാഥാർത്ഥ്യമാകുന്നത്. അങ്ങനെ 176 രൂപ ടിക്കറ്റ് എടുത്ത് മൂന്നാറിലോട്ടുള്ള എൻ്റെ യാത്ര എറണാകുളത്ത് നിന്ന് ആരംഭിച്ചു. ആ പാലത്തിലോട്ട് ഇങ്ങനെ നോക്കി നിന്നപ്പോഴേ അതുവഴി ഒരു മെട്രോ കടന്നു പോയിരുന്നെങ്കിലെന്ന് വെറുതെ ആലോചിച്ച് നോക്കിട്ടോ. പക്ഷേ മെട്രോ ഒന്നും വന്നില്ല. ചില ആഗ്രഹങ്ങളൊന്നും നടക്കില്ലല്ലോ. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് കൊച്ചി നഗരത്തിൻ്റെ നടുവിലൂടെ മൂന്നാറിലോട്ടുള്ള യാത്രയിലാണ് ഞാനിപ്പോൾ. ശരിക്കും നമുക്ക് മൂന്നാറിലോട്ട് വരാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇപ്പം ഞാൻ വന്ന പോലെ കോഴിക്കോട് നിന്ന് എറണാകുളം വരെ ട്രെയിനിൽ വന്നിട്ട് മൂന്നാറിലോട്ട് ബസ് പിടിക്കാം. അല്ലെങ്കിൽ കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരുപാട് ബസ്സുകൾ മൂന്നാറിലോട്ട് ഡയറക്റ്റായിട്ട് വരുന്നതുണ്ട്. എനിക്ക് കൂടുതലും ട്രെയിൻ യാത്ര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ എറണാകുളം വന്നിട്ട് മൂന്നാറിലോട്ട് ഇപ്പോൾ ഈ യാത്ര ചെയ്യുന്നത് പോലെ പോകുന്നത്. കൊച്ചിയിൽ അങ്ങനെ ഒരുപാട് തവണയൊന്നും ഞാൻ വന്നിട്ടില്ല. പക്ഷെ എത്ര തവണ വന്നാലും കൊച്ചിയിലെ ഈ തിരക്കും ആളുകളും ഒരുപാട് കെട്ടിടങ്ങളും ഒക്കെ നല്ല ഭംഗിയാണ് കാണാൻ. ഓരോ മെട്രോ സ്റ്റേഷൻ കടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴും കെട്ടിടങ്ങൾ മാത്രമുള്ള ഈ കാഴ്ച മറ്റൊരു ഭംഗിയാണ് കേട്ടോ. ഇനി നമ്മൾ മൂന്നാറിലോട്ട് എത്തുന്തോറും ഈ കാഴ്ചകളൊക്കെ മാറി വരും. കെട്ടിടങ്ങൾക്ക് പകരം പ്രകൃതി തന്നെ നിർമ്മിച്ച അതിൻ്റെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി സാധിക്കും. പണ്ടൊക്കെ കുട്ടിക്കാലത്ത് എറണാകുളം എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് വീഗാലാൻഡ് ആയിരുന്നു. വെക്കേഷൻ ടൈമിൽ എങ്ങനെയെങ്കിലും വീഗാലാൻഡിൽ വരണം എന്നുള്ള ആഗ്രഹം ഒരുപാടുണ്ടായിരുന്നു ആ കാലത്തൊക്കെ. ബസ് അങ്ങനെ ആലുവ സ്റ്റാൻഡിലെത്തി. മുന്നിലായിട്ട് കാണുന്നത് ആലുവ റെയിൽവേ സ്റ്റേഷനാണ്. മുന്നേ എപ്പോഴോ ഞാൻ ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്, ഇതുവഴിയൊക്കെ നടന്നിട്ടുമുണ്ട്. പക്ഷെ അതെന്നാണെന്നൊരു ഓർമ്മയും കിട്ടുന്നില്ല.
ഈ ബസ്സിൽ ഒരുപാട് ടൈപ്പ് ആളുകൾ ഉണ്ടായിരിക്കും. ഞാൻ അവരെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കി. സ്ഥിരമായിട്ട് മൂന്നാർ വന്നു പോകുന്ന അവിടുത്തെ നാട്ടുകാർ, അല്ലാതെ എന്നെപ്പോലെ മൂന്നാർ കാണാനായിട്ട് പോകുന്നവർ, അങ്ങനെ എത്ര ടൈപ്പ് ആളുകൾ ഈ ബസ്സിലുണ്ടാവുമല്ലേ. ബസ് അങ്ങനെ പെരുമ്പാവൂർ സ്റ്റാൻഡിലോട്ടെത്തി. ബസ് സ്റ്റാൻഡിലോട്ട് നിർത്തിയത് ഒരുപാട് കച്ചവടക്കാർ ബസ്സിലോട്ട് കയറി കേട്ടോ. പൊരികളും കുപ്പിവെള്ളങ്ങളും ഇഞ്ചിമുട്ടായും കടലയും ഒക്കെ വെക്കുന്ന ഒരുപാട് കച്ചവടക്കാർ. ഏതാണ്ട് ഒരു 10 മിനിറ്റിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര ആരംഭിച്ചു. കഴിഞ്ഞ കാര്യങ്ങളെപ്പറ്റി ആലോചിക്കാനും വരാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി വെറുതെ ചിന്തിച്ചിരിക്കാനും KSRTC ബസ്സിൻ്റെ സൈഡ് സീറ്റ് പോലെ ഇത്രയും മനോഹരമായിട്ട് വേറെ എന്താണുള്ളതല്ലേ. അങ്ങനെ നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി തീർത്തും ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ് കേട്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറേ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഈ ഒരു ഭാഗത്ത് മുതലേ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ലേ. എന്ത് ഭംഗിയാണല്ലേ. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് മുകളിലോട്ടുള്ള നമ്മുടെ കയറ്റം ദാ ഇവിടെ ആരംഭിക്കുകയാണ്. ഈ ഭാഗങ്ങളിലൊക്കെ റോഡ് പണി നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സൈഡിൽ മുഴുവൻ ഇങ്ങനെ മണ്ണ് കൂട്ടിയിട്ടേക്കുന്നത്. നമ്മുടെ റോഡിൻ്റെ വീതി കൂട്ടുകയാണ് ഈ ഭാഗം മുഴുവൻ. നമ്മൾ കാണുന്ന കാഴ്ചകൾക്കിടയിൽ ഇങ്ങനെ മണ്ണ് കൂട്ടിയിട്ട് കാണുമ്പം കാഴ്ചകൾക്ക് ചെറിയൊരു തടസ്സം തോന്നുന്നുണ്ടല്ലേ. സാരമില്ല, നമുക്ക് നല്ല ഭംഗിയുള്ള വീതിയുള്ള റോഡുകൾ മൂന്നാറിലോട്ടുള്ള യാത്രയിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് അടിപൊളിയല്ലേ. അങ്ങനെ കയറി കയറി നമ്മൾ മുകളിലോട്ട് എത്താറായി കേട്ടോ. ബസ് അങ്ങനെ മുന്നോട്ട് യാത്ര ചെയ്യുന്തോറും മനസ്സിൽ സന്തോഷവും ആകാംക്ഷയും പിന്നെ വേറെ എന്തൊക്കെയോ ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട്. ആ കാഴ്ചകളൊക്കെ കാണാനും ആസ്വദിക്കാനും കാത്തിരിക്കാൻ വയ്യാത്തൊരുത്തൻ്റെ മനസ്സ് ഈ സമയങ്ങളിൽ എനിക്കുണ്ടായിരുന്നു കേട്ടോ. മുകളിലോട്ട് എത്താറായപ്പോൾ തൊട്ട് ചെറിയ രീതിയിൽ മഴയൊക്കെ പെയ്തു തുടങ്ങി. അതുകൂടി ആയപ്പോൾ സന്തോഷം ഇരട്ടിയായി എന്ന് പറയാതെ വയ്യ. മഴയും ഈ മനോഹരമായിട്ടുള്ള കാഴ്ചകളും മനസ്സ് നിറയ്ക്കുന്ന രീതിയിലായിരുന്നു ഈ ഒരു സൈഡ് സീറ്റ് യാത്ര.
അങ്ങനെ ഇതാ ഒടുവിൽ മൂന്നാറിൻ്റെ മാത്രം ട്രേഡ് മാർക്കായിട്ടുള്ള തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലോട്ട് നമ്മൾ എത്തിയിട്ടോ. ഇത്രയും നേരം അലസമായിരുന്നവരൊക്കെ തേയിലത്തോട്ടങ്ങൾ കണ്ട ഉടനെ ഫോണിൽ ക്യാമറ ഓണാക്കി ജനാലക്കരികിലേക്ക് ഓടി വരുന്നത് ഞാൻ കണ്ടു. മനോഹരമായിട്ടുള്ള ഈ കാഴ്ചകളൊക്കെ ഒരിക്കലെങ്കിലും കാണാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് വരെ തോന്നിപ്പോകുന്ന രീതിയിലാണ് നമ്മളിവിടെ കാണുന്ന ഓരോ കാഴ്ചകളും. അങ്ങനെ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ വളഞ്ഞു പൊളഞ്ഞു വരുന്ന റോഡ് തന്നെ എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലോട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആളുകൾ സുഖവാസത്തിനായി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് മൂന്നാർ. ചുട്ടുപൊള്ളുന്ന ഈ വേനൽക്കാലത്ത് മൂന്നാർ തണുപ്പ് തന്നെയാണ് കേട്ടോ. മൂന്നാറിലോട്ട് കയറിയ ഉടനെ അതെനിക്ക് മനസ്സിലായി. വീട്ടിൽ ചുട്ട് പഴുത്തിരുന്ന ഈ കാലാവസ്ഥയിൽ മൂന്നാറിലോട്ട് വന്നപ്പോൾ അതെന്നെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ട്. ഈ ഒരു കാലാവസ്ഥ പോലും നല്ല തണുപ്പ് ഈ ഉച്ച സമയത്തും ഞാൻ അനുഭവിക്കുന്നുണ്ട് ഈ മൂന്നാറിൽ. സമുദ്രനിരപ്പ് ഏകദേശം 1600 അടി ഉയരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. കാരണം നമ്മുടെ ഈ മൂന്നാർ 1600 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നൊരു പട്ടണമാണ്. മൂന്നാറിലെ ആളുകളുടെ ഒരു പ്രധാന ജീവിതമാർഗ്ഗമാണ് നമ്മൾ ഈ കാണുന്ന തേയില. അതിനോടൊപ്പം തന്നെ ടൂറിസമാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാന വരുമാന മാർഗം. ഇവിടെ വരുന്ന ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തും ഭക്ഷണത്തിനും മറ്റുള്ള സൗകര്യങ്ങൾ, ഇവിടെ നിന്ന് പല ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ, ഇതൊക്കെ ഇവിടുത്തെ ആളുകളുടെ ജീവിതമാർഗ്ഗമാണ്. വിദേശികളടക്കം പല നാട്ടിൽ നിന്നുള്ളവർ ഇങ്ങോട്ട് വരാറുണ്ടെങ്കിലും ഇവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ആളുകൾ കൂടുതലും തമിഴ് സംസാരിക്കുന്നവരാണ്. മൂന്നാർ KSRTC ഡിപ്പോയിലേക്കാണ് ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത്. നമ്മൾ മുകളിലോട്ട് കയറി മൂന്നാറിലോട്ട് എത്തിയാൽ പിന്നെ പുറത്തോട്ട് നോക്കി നിൽക്കാനേ നമുക്ക് തോന്നുള്ളൂ. അത്ര മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ മൂന്നാർ പട്ടണത്തിലേക്ക് പോകുന്ന ഈ വഴിയിൽ നമ്മൾ കാണുന്നത്. മനോഹരമായിട്ടുള്ള തേയിലത്തോട്ടങ്ങളും അതിൻ്റെ മുകളിലായിട്ട് കാണുന്ന ചെറുതും വലുതുമായിട്ടുള്ള കുറേ മലനിരകളും അതിൽ തട്ടി നിൽക്കുന്ന മേഘങ്ങളും എന്ത് ഭംഗിയുള്ള കാഴ്ചകളാണെന്ന് നോക്കിയേ.
പുറത്ത് നമ്മൾ ഈ കാണുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചകൾക്കിടയിലും എന്നെ വേറൊരാൾ ഇവിടെ ഇങ്ങനെ ആകർഷിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ബസ്സിനകത്ത് വളരെ മനോഹരമായിട്ട് നമ്മളെ നോക്കി ചിരിച്ചുകൊണ്ടിരുന്നൊരു കുഞ്ഞു കൂട്ടുകാരി. അങ്ങനെ നമ്മൾ മൂന്നാറിലെത്തി. ഈ ഒരു ബസ്സിലാണ് കേട്ടോ നമ്മൾ ഇതുവരെ വന്നത്. ഇനി ആദ്യത്തെ ലക്ഷ്യം ഭക്ഷണമാണ്. 4.5 മണിക്കൂറായി നമ്മൾ ഇരിപ്പിരിക്കാൻ തുടങ്ങിയിട്ട്. നേരെ അടുത്ത് കണ്ട ഹോട്ടലിലോട്ട് കയറി അവിടുന്ന് നല്ലൊരു ചിക്കൻ ബിരിയാണി തന്നെ വാങ്ങിച്ചങ്ങ് കഴിച്ചു. ഫുഡൊക്കെ കഴിച്ചതാ നമ്മൾ നേരെ എത്തിയത് മൂന്നാറിലെ KSRTC ഡിപ്പോയിലേക്കാണ് കേട്ടോ. നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്നറിയോ? നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസൊക്കെ ഇവിടുന്ന് അറിയാനുണ്ട്. പിന്നെ നമ്മൾ ഇന്ന് രാത്രി താമസിക്കാൻ പോകുന്നത് ഇവിടെയാണ്. ഇവിടെ എവിടെയാണെന്നല്ലേ നമുക്ക് കാണാം. മൂന്നാറിൽ വരുന്നവർക്ക് മൂന്നാറിൽ നിന്ന് ഓരോ സ്ഥലങ്ങളിലോട്ടുള്ള ബസ്സിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യമുള്ളവർക്ക് പോസ് ചെയ്ത് നോക്കിയിട്ട് വായിക്കാം. അതുപോലെ ഇവിടെ KSRTC മൂന്നാർ ഡിപ്പോയിൽ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന എല്ലാ സൗകര്യങ്ങളുടെയും മുഴുവൻ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡോർമെറ്ററി സൗകര്യങ്ങളുടെയും സൈറ്റ് സീയിങ് പാക്കേജുകളുടെയും ഡബിൾ ഡെക്കർ ബസ്സിൻ്റെയും എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഈ ഒരു കൗണ്ടറിൽ നിന്ന് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. KSRTC 2 രീതിയിലാണ് മൂന്നാർ ഡിപ്പോയിൽ താമസ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാണ് സ്ലീപ്പർ സിസ്റ്റം, രണ്ടാമത്തെയാണ് റൂം സിസ്റ്റം. നമ്മളിവിടെ റൂമാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഈ കയറാൻ വേണ്ടി പോകുന്നത് KSRTCയുടെ ഒരു റൂമിലോട്ടാണ്. ഒരു ബസ് 2 ഭാഗങ്ങളിലായിട്ട് 2 റൂം വീതത്തിലാണ് ഇവിടെ KSRTC ഒരുക്കിയിട്ടുള്ളത്. നമ്മൾ ഈ കയറി പോകുന്നത് ഈ ഭാഗത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളും ഇരിക്കാനുള്ള സൗകര്യങ്ങളും കുടിവെള്ളവും വാഷ് ബേസും ഒക്കെ KSRTCയോടെ ഒരുക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഒരു AC ഡബിൾ റൂമാണ്. 3 ബെഡ് ഉണ്ട് ഇതിൽ. 4 പേർക്ക് വരെ നമുക്ക് ഇതിൽ താമസിക്കാൻ വേണ്ടി പറ്റും. റൂം എടുത്തുള്ള സൗകര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ അകത്ത് വെച്ച് റൂം പൂട്ടി നമ്മുടെ സൗകര്യത്തിനായിട്ട് നമുക്ക് പുറത്തോട്ടൊക്കെ പോകാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് മുഴുവൻ പ്രൈവസിയിൽ നമുക്ക് മൂന്നാർ ഡിപ്പോയിൽ താമസിക്കാൻ പറ്റും. ഇങ്ങനെ ഒരു നല്ല സൗകര്യം KSRTC നമുക്ക് വേണ്ടിയിട്ട് ഈ മൂന്നാറിൽ ഒരുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയുള്ള സ്ലീപ്പർ കൂടെ കണ്ടിട്ട് വരാം. ഇതാണ് സ്ലീപ്പർ ബസ്. അകത്തോട്ട് കയറി കഴിഞ്ഞാൽ 14 സ്ലീപ്പറുകളാണ് ഒരു ബസ്സിനകത്ത് ഉണ്ടാവുക കേട്ടോ. നമ്മൾ നേരത്തെ കയറിയ പോലെ തന്നെ ഇവിടെയും ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യവും വാഷ് ബേസും കുടിവെള്ളവും ഒക്കെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് കയറിയാൽ AC ഡോർമെറ്ററി പോലെ തന്നെ നമുക്ക് 16 ബെഡുകൾ ഈ ഒരു ഡോർമെറ്ററിയിൽ ഉണ്ടാവും. പക്ഷേ നമുക്ക് പ്രൈവസിയാണ് കൂടുതലായിട്ട് വേണ്ടതെങ്കിൽ നമുക്ക് റൂം സെലക്ട് ചെയ്യാം. അല്ല നമുക്ക് ജസ്റ്റ് ഒരു രാത്രി നമുക്ക് താമസിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒറ്റയ്ക്കൊക്കെ വരുന്നവരാണെങ്കിൽ ഇത്തരത്തിലുള്ള സ്ലീപ്പറുകളും ബുക്ക് ചെയ്തിട്ട് വരാം കേട്ടോ. മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ മൂന്നാറിൽ വരുന്നവർക്ക് മനോഹരമായിട്ടുള്ള മറ്റൊരു അനുഭവമാണ് ഈ കാണുന്ന ഡബിൾ ഡെക്കർ ബസ്സിലുള്ള ഒരു സൈറ്റ് സീയിങ്. 400 രൂപയാണ് മുകളിലിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചിലവാകുന്നത്. 200 രൂപയാണ് താഴെ. ഇതും നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്യണം. അതിൻ്റെ സൈറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മൂന്നാറിൽ നിങ്ങൾ വരുവാണെങ്കിൽ ഈ ഒരു കൗണ്ടറിലാണ് നിങ്ങൾ ബുക്കിങ്ങിനും ബാക്കി എല്ലാ ഡീറ്റെയിൽസിനും വേണ്ടിയിട്ട് വരേണ്ടത്. ഈ കാണുന്ന ഒരു കൗണ്ടറിലാണ്. അതുപോലെ നിങ്ങൾക്ക് മൂന്നാറിൽ നിന്ന് ഏത് സ്ഥലത്തോട്ടും കേരളത്തിൽ പാഴ്സലുകൾ അയക്കാൻ വേണ്ടിയിട്ട് KSRTC ഇവിടെ സൗകര്യം ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾക്ക് ഇവിടെ വന്നാൽ KSRTC ഡിപ്പോയുടെ അകത്ത് സൗകര്യമുണ്ട് കേട്ടോ. പിന്നെ അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ബാത്റൂമും എല്ലാം ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇവിടെ വന്ന് താമസിച്ച് ഫ്രഷായി ഇവിടുന്ന് പോകാൻ പറ്റുന്ന രീതിയിലാണ് KSRTCയുടെ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ ഫ്രഷ് ആയ ശേഷം നമുക്ക് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങാമെന്ന് വെച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങാണ് കേട്ടോ. ഇവിടെ KSRTC സ്റ്റാൻഡിൻ്റെ മുന്നിലായിട്ടേ ഈ ഒരു ഭാഗത്തായിട്ട് അവിടെ ഒരു ഗ്രൗണ്ട് കാണുന്നുണ്ട്. വലിയൊരു ഗ്രൗണ്ടാണ്.
പുറകുവശമൊക്കെ മലകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ആ ഗ്രൗണ്ടിൻ്റെ ഭാഗത്തോട്ടൊന്ന് നടന്നു നോക്കാം. എന്ത് ഭംഗിയുള്ള ഒരു ഗ്രൗണ്ടാണല്ലേ ഇത്. പുറകിൽ മുഴുവൻ മലകളും അതിന് താഴെയായിട്ട് ഒരുപാട് പേർക്ക് കളിക്കാനൊക്കെ സാധിക്കുന്ന നല്ല മനോഹരമായിട്ടുള്ളൊരു ഗ്രൗണ്ട്. ഇവിടെയൊക്കെ ശരിക്കും കളിക്കാൻ സാധിക്കുന്നവരുടെ ഒരു ഭാഗ്യം ആലോചിച്ച് നോക്കിയേ. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് കളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് കുണ്ട് എന്നറിയപ്പെടുന്ന ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അവിടെയായിരുന്നു കൂടുതലും കളിച്ചിരുന്നത്. അല്ലാതെ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ പറമ്പിലും ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് മുന്നിലായിട്ടുള്ള കനാലിൻ്റെ അകത്തും അവിടെയൊക്കെയാണ് ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്നത്. അവിടെയൊക്കെ കളിച്ച എനിക്ക് ഇന്ന് ഇവിടെയൊക്കെ കളിക്കുന്ന ആളുകളെയൊക്കെ കാണുമ്പം അസൂയ തോന്നുന്നുണ്ട് സത്യം പറഞ്ഞാൽ. ഇവിടെ ഈ ഗ്രൗണ്ടിൽ ഇങ്ങനെ വെറുതെ നിൽക്കുമ്പോൾ പോലും സമയം പോകുന്നത് അറിയുന്നേ ഇല്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ കളിക്കുന്നവരുടെ ഒരു കാര്യം ആലോചിച്ച് നോക്കിയേ. കളിച്ച് മതിയാവാതെ വീണ്ടും കളിക്കാൻ തോന്നും. എനിക്കും ഇതാ ഇവരുടെ കൂടെയൊക്കെ കളിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അതിനുള്ളൊരു സാഹചര്യം അല്ലാത്തതുകൊണ്ട് മാത്രം ഇതിങ്ങനെ നോക്കി നിൽക്കാനേ പറ്റുന്നുള്ളൂ. അങ്ങനെ ഈ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്കിനി മൂന്നാർ ടൗണിൻ്റെ ഭാഗത്തോട്ടൊന്ന് നടന്നു നോക്കാം. ഈ വൈകുന്നേരം സന്ധ്യ ആവാൻ പോകുന്ന സമയത്ത് മൂന്നാർ ടൗണിൻ്റെ ഭംഗി നമുക്കൊന്ന് കണ്ടുവന്നാലോ. നമ്മൾ ഈ നേരെ നടന്നു പോകുന്നത് മൂന്നാർ ടൗണിലോട്ടാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ ദൂരമുണ്ട് നമ്മുടെ ഈ KSRTC സ്റ്റാൻഡിൽ നിന്ന് മൂന്നാർ ടൗണിലോട്ട്. നമുക്ക് ആ ടൗണ് വരെ ഒന്ന് നടന്നു നോക്കാം. പോകുന്ന വഴിക്ക് ഒരു മനോഹരമായിട്ടുള്ളൊരു ചോക്ലേറ്റ് കട കണ്ടപ്പോൾ ഒന്ന് കയറി നോക്കി. ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കി വെച്ച ഒരുപാട് വെറൈറ്റി ചോക്ലേറ്റുകളൊക്കെ ഇവിടെ കാണാൻ സാധിച്ചു. നല്ല ഭംഗിയുള്ള ചോക്ലേറ്റുകൾ കാണുമ്പോൾ കഴിക്കാൻ തോന്നുന്നുണ്ട്. അതൊക്കെ എത്ര ഭംഗിയായിട്ട് ഇവിടെ അടുക്കി വെച്ചിരിക്കുന്നതെന്ന് നോക്കിയേ. ചോക്ലേറ്റ് മാത്രമല്ല കേട്ടോ, ഇവിടെ മൂന്നാറിൽ നിന്ന് ലഭിക്കുന്ന ചായപ്പൊടി അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഈ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കണ്ട് ഈ പോകുന്ന വഴിക്ക് ഒരു ചിൽഡ്രൻസ് പാർക്ക് കണ്ടപ്പോൾ ഒന്ന് കയറാൻ തോന്നി. കുട്ടിയല്ലെങ്കിലും മനസ്സിൽ ഇപ്പോഴും കുട്ടിത്തൊക്കെ ഉണ്ടല്ലോ. അപ്പം അകത്തോട്ടൊന്ന് കയറി നോക്കാമെന്ന് വെച്ച് ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് നേരെ അകത്തോട്ട് കയറി. കയറുന്ന ഈ ഭാഗത്ത് തന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെയാണുള്ളത്. ആ ഒരു സൈഡിലോട്ട് നമുക്കൊന്ന് നടന്നു നോക്കാം. അവിടെ ഒരു പുഴ കാണുന്നുണ്ട്. പുഴയുടെ സൈഡിലായിട്ട് കുറച്ച് പൂക്കളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ഈ ഒരു ഭാഗത്തും കുറേ പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കുറേ ടൈപ്പ് റോസാ ചെടികളാണ്. അവിടെയാ കണ്ടതൊന്നുമല്ല, ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു പാർക്കിൽ പൂക്കളുടെ ഒരു ശേഖരം എന്ന് പറയുന്നത്. അറിയുന്നതും അറിയാത്തതുമായിട്ട് എത്ര ടൈപ്പ് പൂക്കളാണ് ഇവിടെ ഉള്ളതെന്ന് നോക്കിയേ. എന്ത് ഭംഗിയിലാണ് അവരിതിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ പൂക്കളൊക്കെ നോക്കി നടക്കുന്നതിന് ഇടയിലൂടെ ഒരാൾ നമ്മളെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നടന്നു. അയാൾക്കും പേടിയുണ്ട്, എനിക്കും പേടിയുണ്ടെന്ന് തോന്നുന്നു. പുള്ളി ഒന്നും പറയാതെ അങ്ങ് നടന്നുപോയി. ഞാൻ വീണ്ടും പൂക്കളിലോട്ട് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. പേരറിയുന്ന പൂക്കൾ വളരെ കുറവാണ്, കൂടുതലും അറിയാത്ത പൂക്കളാണ്. ഈ വഴിയുടെ 2 ഭാഗങ്ങളായിട്ട് വളരെ മനോഹരമായിട്ട് ഈ ഒരു പാർക്കിൽ അത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ പുഴയുടെ സൈഡിലായിട്ട് കുറേ ബോട്ടുകളൊക്കെ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. പുഴയിൽ വെള്ളം കുറവായതുകൊണ്ട് ബോട്ടിങ്ങൊക്കെ നിർത്തിവെച്ചതായിരിക്കാനാണ് സാധ്യത.
അങ്ങനെ ആ പാർക്കിലെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ വീണ്ടും ശ്രദ്ധിച്ചത് മറ്റൊരു ഗ്രൗണ്ടാണ്. വളരെ മനോഹരമായിട്ടുള്ള മലകൾക്ക് താഴെയായിട്ട് കെട്ടിടങ്ങൾക്ക് നടുവിലായിട്ട് പച്ചപ്പ് നിറഞ്ഞു കിടക്കുന്ന അടിപൊളിയായിട്ടുള്ളൊരു ഗ്രൗണ്ട്. അങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങ് ദൂരെ ഞാനൊരു ക്ഷേത്രം കണ്ടത്. നല്ല ഭംഗിയിൽ ആ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലായിട്ട് ആ ക്ഷേത്രം അങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് മൂന്നാർ ടൗൺ ലക്ഷ്യമാക്കിയിട്ടുള്ള എൻ്റെ യാത്ര ഞാൻ വീണ്ടും തുടർന്നു. അങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിലാണ് അങ്ങ് ദൂരെയായിട്ട് പഴയ മാതൃകയിൽ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചൊരു പള്ളി ഞാൻ കണ്ടത്. കണ്ടപ്പോൾ കുറച്ചു നേരം അത് നോക്കി നിന്നുപോയി. പോകുന്ന വഴിയിലുള്ള മനോഹരമായിട്ടുള്ള മൂന്നാറിലെ സ്കൂളുകളും അതിൻ്റെ പുറകിലായിട്ടുള്ള മലകളും ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഈ ഒരു വൈകുന്നേരം നടക്കാൻ എന്ത് രസമാണെന്നറിയോ. അങ്ങനെ കുറച്ചുകൂടെ നടന്ന് ഞാൻ എത്തിയതൊരു ജംഗ്ഷനിലാണ്. അവിടുന്ന് വലത്തോട്ടായിട്ട് തേനി, കുമളി, പൂപ്പാറ ഭാഗത്തേക്കുള്ള റോഡും ഇടതുഭാഗത്തോട്ടായിട്ട് നമ്മുടെ മൂന്നാർ ടൗണിലോട്ടുള്ള റോഡും ഞാൻ കണ്ടു. എനിക്ക് പോകേണ്ടത് ഇടതുഭാഗത്തോട്ടാണല്ലോ. അങ്ങനെ അതൊന്ന് നോക്കി നിന്ന് ഞാൻ വീണ്ടും ടൗണിലോട്ട് നടക്കാൻ തുടങ്ങി. പോകുന്ന വഴിയിൽ മനോഹരമായിട്ട് കഴുകി വെച്ച ക്യാരറ്റുകൾ കണ്ടപ്പോൾ കുറച്ചൊന്ന് നോക്കി നിന്നു കേട്ടോ. അല്ലെങ്കിലും ക്യാരറ്റൊക്കെ ഇങ്ങനെ കാണാൻ എന്ത് രസമാണ്. നമ്മൾ പച്ചക്കറി കടയിൽ ക്യാരറ്റ് ഇരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുന്നല്ലാണ്ട് ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നാറില്ല. അതിന് തൊട്ടപ്പുറത്തായി എന്തൊക്കെ സാധനങ്ങളായി ഉപ്പിലിട്ട് വെച്ചതെന്ന് നോക്കിയേ. ക്യാരറ്റ് ഉണ്ട്, ചാമ്പക്കയുണ്ട്, മാങ്ങയുണ്ട്, അങ്ങനെ ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ കൊതി വരും നമുക്ക് കഴിക്കാൻ. ഇതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്താണ് ഒരാൾ എൻ്റെ അടുത്തോട്ട് നടന്നു വന്നത്. ഞാൻ നോക്കിയപ്പോൾ ഒരു കുഞ്ഞു മോള്. ആൾക്കെൻ്റെ ഫോണിൽ പിടിക്കണം, എൻ്റെ അടുത്തോട്ട് വരണം, ചിരിച്ചുകൊണ്ട് ആദ്യമായിട്ട് കാണുന്ന ഒരു പരിഭവോ പരാതിയോ പേടിയോ ഒന്നുമില്ലാണ്ട് ചിരിച്ചുകൊണ്ട് അവൾ എൻ്റെ അടുത്തോട്ട് വന്നുകൊണ്ടിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ വീണ്ടും യാത്ര തുടർന്ന് മൂന്നാർ ടൗണിലോട്ട് എത്തുന്ന ഭാഗത്തായിട്ട് റോഡരികിൽ പിന്നെ ഒരുപാട് കടകളൊക്കെയാണ്. ആ ഒരു ഭാഗത്താണ് മൂന്നാർ ടൗൺ വരുന്നത്. ഇവിടെയൊക്കെ ഈ സൈഡ് മുഴുവൻ കടകളാണ്. ചോക്ലേറ്റുകളും കഴിക്കാനുള്ള ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും ഫാൻസി ഐറ്റംസും അങ്ങനെ കുട്ടികൾക്കും എല്ലാവർക്കും വേണ്ട ഒരുപാട് ഐറ്റങ്ങളുമായിട്ട് ഒരുപാട് കടകൾ നമ്മുടെ ഈ മൂന്നാർ ടൗണിലോട്ട് എത്തുന്ന ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ നടന്ന് നമ്മളിതാ മൂന്നാർ ടൗണിലോട്ട് എത്തി. നമ്മൾ ഈ പോകുന്ന വഴിയിൽ കുറച്ച് മുന്നോട്ടായിട്ട് വലതുഭാഗത്ത് നല്ലൊരു ഗാർഡൻ ഉണ്ട്. ഒരുപാട് പൂക്കളൊക്കെ നല്ല ഭംഗിയിൽ അറേഞ്ച് വെച്ചിരിക്കുന്ന ഈ ഒരു ഗാർഡൻ കണ്ടോ. ഇത് മൂന്നാർ ടൗണിലോട്ട് കയറുന്ന ഭാഗത്തായിട്ട് നമുക്ക് കാണാം. ഇതിനോട് ചേർന്ന് കാണുന്നത് കണ്ണൻദേവൻ്റെ കെട്ടിടങ്ങളാണ്. അതുപോലെ മൂന്നാർ ടൗണിൻ്റെ ഹൃദയഭാഗത്തായിട്ട് സ്ഥിതി ഈ ഒരു പോസ്റ്റ് ഓഫീസും വളരെ മനോഹരമാണ് കേട്ടോ. പൂക്കൾ കൊണ്ടൊക്കെ അലങ്കരിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു പോസ്റ്റ് ഓഫീസ് മൂന്നാർ ടൗണിൻ്റെ ഒരു ട്രേഡ് മാർക്കാണ്. ഇനി നമുക്ക് ഈ വൈകുന്നേരത്ത് മൂന്നാറിലെ തിരക്കുള്ള ചെറിയ ചെറിയ വഴികളിലൂടെ ഒന്ന് നടന്നു നോക്കിയാലോ. നല്ല ഭംഗിയാണ്. ഒരുപാട് ആളുകളും ചെറിയ ചെറിയ കടകളും ഒക്കെ ഒന്ന് നമുക്ക് കാണാം. നമ്മളീ നടക്കുന്നത് മൂന്നാർ ടൗണിൻ്റെ ഹൃദയഭാഗത്തൂടെയാണ് കേട്ടോ. ഇതാണ് മൂന്നാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൗണ്. വൈകുന്നേരം ഈ ഒരു തിരക്കുള്ള സമയത്ത് ആളുകളെ കാത്തിരിക്കുന്ന പലതരത്തിലുള്ള കച്ചവടക്കാരെ നമുക്കിത് അവിടെ കാണാം കേട്ടോ.
അങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ ആ ഒരു ഭാഗത്തായിട്ട് മനോഹരമായിട്ടുള്ളൊരു കുഞ്ഞു പള്ളി കണ്ടു. അതിൻ്റെ താഴെയായിട്ടെ എന്തോ പ്രാർത്ഥനയോ മറ്റോ നടക്കുകയാണ്. നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കിയാലോ എന്ന് വിചാരിക്കുക. അതെ, അവിടെ പ്രാർത്ഥനയാണ് കേട്ടോ. നമ്മളെ വിട്ടു പിരിഞ്ഞ മാർപ്പാപ്പയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണെന്ന് തോന്നുന്നു അവിടെ നടക്കുന്നത്. എനിക്ക് കറക്റ്റ് അറിയാത്തതുകൊണ്ട് കുറച്ചു നേരം നോക്കിയെന്ന് ഞാൻ വീണ്ടും മുന്നോട്ട് പോയി. കാഴ്ചകളൊക്കെ കണ്ട് കുറേ ദൂരം നടന്നപ്പോൾ തന്നെ വയ്യാതായി. ഇനി തിരിച്ച് ഡിപ്പോയിലോട്ട് നടക്കാൻ വയ്യാത്തതുകൊണ്ട് ഒരു ഓട്ടോ എടുത്തു. നമ്മളിങ്ങോട്ട് നടന്നു വന്ന വഴികളിലൂടെ തന്നെ തിരിച്ച് ഓട്ടോയിൽ ഡിപ്പോയിലോട്ട് പോകാനൊരു പ്രത്യേക ഭംഗിയാണ്. അങ്ങനെ ഇതാ നമ്മൾ തിരിച്ച് നമ്മുടെ ഡിപ്പോയിലോട്ട് തന്നെ എത്തി. ഇനി ഒന്ന് ഫ്രഷ് ആവണം. അതിനാദ്യം നമുക്ക് നേരെ നമ്മുടെ റൂമിലോട്ട് പോവാം. അങ്ങനെ ഇതാ നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിലോട്ട് തന്നെ എത്തി. ഇനി ഒന്ന് ഫ്രഷ് ആവണം, കുറച്ചു നേരം വിശ്രമിക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകണം. നമുക്ക് വിശ്രമമൊക്കെ കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ കുറച്ചു നേരം കിടക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ എണീറ്റപ്പോൾ രാത്രിയായി. ഇനി നമുക്ക് ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭക്ഷണമാണ്. ഇവിടെ എവിടെയാ കഴിക്കാൻ കിട്ടുകയെന്നൊന്നും അറിയില്ല. നമുക്ക് കുറച്ച് മുന്നോട്ടൊക്കെ നടന്നു നോക്കിയിട്ട് വരാം. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു തട്ടുകടയുണ്ട്. നമുക്ക് തൽക്കാലം രാത്രി ഭക്ഷണം ഈ ഒരു തട്ടുകടയിൽ നിന്ന് കഴിക്കാമെന്ന്. അങ്ങനെ നമ്മൾ ഈ തട്ടുകടയിലോട്ട് കയറി. നോൺ വെജ് ഒന്നും കഴിക്കാൻ വയ്യ. നമ്മൾ ദോശയാണ് പറഞ്ഞത്. നല്ല ചൂടോടുകൂടി ചുട്ടു തന്നെ ദോശയുണ്ട്. അതിന് കൂട്ടാനായിട്ട് ചട്നിയും സാമ്പാറും ഒക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ ചൂടോടുകൂടി കിട്ടിയ ദോശയൊക്കെ കഴിച്ചു. വയറൊക്കെ നിറഞ്ഞു. കുറച്ചുകൂടെ എനർജിയൊക്കെ വന്നു. നമുക്കിനി തിരിച്ച് നമ്മുടെ റൂമിൻ്റെ ഭാഗത്തോട്ട് പോവാം. ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിലോട്ട് പോവുകയാണ്. ഇന്ന് രാത്രി ഇനി പരിപാടികളൊന്നും ഇല്ല. അപ്പോൾ ഈ ഒരു മനോഹരമായിട്ടുള്ള വീഡിയോ നമ്മൾ ഈ റൂമിലോട്ട് കയറുന്നതോടുകൂടി അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റുകളായിട്ട് പറയണം. അപ്പോഴേ എനിക്ക് കൂടുതൽ മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടത് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടെ ഉണ്ടാവണം. മനോഹരമായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണുന്നവരേക്കും ബൈ.